Good evening. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ പുതിയൊരു സെഷൻ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളിലേക്ക് ലഭിക്കുന്ന വാർത്തകൾ പലപ്പോഴും അത് ഒരു പോസിറ്റീവ് തലത്തിലുള്ളതാകണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള അറിവുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ സ്വീകരിക്കാൻ സാധിക്കുന്നത്? ചിലതൊക്കെ നമ്മൾ ഒമിറ്റ് ചെയ്യണം, ചിലതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് എന്താണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ ചെയ്യേണ്ടതെന്ന് ആന്റണി സാറിൽ നിന്ന് പഠിക്കാം. ആന്റണി സാർ വിയന്നയിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു എക്സ്പേർട്ടാണ്. ഏകദേശം 123-123-ലധികം ക്ലാസ്സുകൾ ഈ ഒരു സെഷനിൽ 129-ലധികം ക്ലാസ്സുകൾ സാർ ഈ സെഷനിൽ എടുത്തിട്ടുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്താണെന്നും എങ്ങനെയാണെന്നും അത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് നമ്മളിലേക്ക് കടന്നു വരുന്നതെന്നും അതിനുള്ള എല്ലാ തരത്തിലുള്ള തെറാപ്പികളും അതുപോലെ മെഡിറ്റേഷന്റെ പാട്ടുകളും എല്ലാം സാറ് കൃത്യമായി പറഞ്ഞു തന്നു. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം, അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്വാഗതവും ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ വിഷയത്തിന്റെ ശരിക്കുള്ള ആ ടൈറ്റിൽ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ മീഡിയ, നാവിഗേറ്റിംഗ് സെൻസേഷണൽ ന്യൂസ് ഫോർ യുവർ വെൽബീയിങ് എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങളോട് ഇത്രയും വലിയൊരു ടൈറ്റിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, തലക്കെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കിയാണ് ഞാൻ പറഞ്ഞത്. മൈൻഡ്ഫുൾ ന്യൂസ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിലേക്ക് ഞാൻ കൊടുത്തത്. യഥാർത്ഥത്തിൽ ഇതാണ് മൈൻഡ്ഫുൾ മീഡിയ. അതായത് മീഡിയ എന്ന് മാത്രം നമ്മൾ ഇതിനെ നമ്മൾ ചുരുക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്ത് നടക്കുന്ന നമ്മൾ കേൾക്കുന്നത്, മീഡിയയിലൂടെ കേൾക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വാക്കുകൊണ്ട് അല്ലെങ്കിൽ എഴുത്തുകൊണ്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ കുടുംബങ്ങളിൽ പോലുമുള്ള സംസാരങ്ങൾ ഉണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള സംസാരങ്ങൾ, അതൊന്നും ഒരു പരിധി വരെ യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കില്ല. ഒന്ന് കേൾവികളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം പരദൂഷണങ്ങളായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ വളരെ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ ഇതേക്കുറിച്ച് അവബോധമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒത്തിരി ന്യൂസുകൾ നമ്മൾ സ്പ്രെഡ് ചെയ്യും. ഈ ന്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ കൺസെപ്ഷൻ ഓഫ് ന്യൂസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ മീഡിയ എന്ന് പറയുന്നത്, അതിന് ചരിത്രാതീത കാലത്തിലേക്ക് തന്നെ അതിന്റെ ഒരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നുണ്ട്. ഗ്രീസിലെ ഫിലോസഫർ ആയിരുന്ന തത്വചിന്തകനായ സോക്രട്ടീസിനെ ആരോപിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊല്ലുകയാണ് ചെയ്തത്. എന്താണ്, അദ്ദേഹം ആരെയും വഴിതെറ്റിച്ചില്ല. അദ്ദേഹം സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ കുറെ കൂടിയൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഉള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. പിന്നീട് ഉണ്ടാകുന്നത് ഗായൂസ് ജൂലിയസ് സീസർ അഗസ്റ്റസ് എന്ന് പറയുന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തെ അഗസ്റ്റസ് സീസർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇയാളുടെ ശരിയായിട്ടുള്ള പേര് ഒക്ടേവിനിയൂസ് എന്നാണ്. ഈ ഒക്ടേവിനിയൂസ് എന്ന് പറയുന്ന ആള് ജൂലിയസ് സീസറിന്റെ വളർത്തുമകനായിരുന്നു. അതിനുശേഷം സീസർ മരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവിടെ ഒരു അധികാരത്തിന്റെ ഒരു വടംവലി ഉണ്ടായി. ഈ ആ വടംവലിയിൽ മാർക്ക് ആന്റണിയും പിന്നീട് ഒക്ടേവിയൻസ് എന്നറിയപ്പെട്ട അല്ലെങ്കിൽ ഒക്ടേവിയനിയസ് എന്ന് പറയുന്ന ഈ വളർത്തുപുത്രനും തമ്മിലായി. അപ്പോൾ അയാൾക്ക് അധികാരം, അല്ലെങ്കിൽ ആ ചക്രവർത്തി പദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അയാൾ മാർക്ക് ആന്റണിയുടെ പേരിൽ ഒത്തിരി അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അന്ന് ഈ പറയുന്ന നമ്മുടെ മീഡിയകൾ, സോഷ്യൽ മീഡിയകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഈവൻ പ്രിന്റ് ചെയ്ത് അങ്ങനെയുള്ള ലഘുലേഖകളൊന്നും പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു കാലമായിരുന്നില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു, കവിതകളിലൂടെ അല്ലെങ്കിൽ സംസാരങ്ങളിലൂടെ എല്ലാം അയാൾ മാർക്ക് ആന്റണിക്കെതിരായിട്ട് ഒത്തിരി ദുഷ്പ്രചരണങ്ങൾ നടത്തി. പ്രധാനമായിട്ടുള്ള ആ ദുഷ്പ്രചരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഈജിപ്ഷ്യൻ സുന്ദരിയായ ക്ലയോപാട്രായുമായിട്ട് അദ്ദേഹത്തിന് അഭിഹിത ബന്ധമുണ്ട്. നമുക്കറിയാം, ഈ അഭിഹിത ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ആരെയും താറടിക്കാനും സമൂഹത്തില് അല്ലെങ്കിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ
വളരെയേറെ അവരെ ശിഥിലമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നും ഈ സ്ത്രീകൾ പുരുഷ ബന്ധങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിൽ നിന്ന് ഒക്കെ ആരോപിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ മദ്യപാനിയാണെന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. ഇനി എങ്ങനെയാണെങ്കിലും ഇയാൾ ചക്രവർത്തിയാകുന്നു. ഇനി അതിനുശേഷം മാർക്ക് ആന്റണി ഒരു യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിങ്ങളൊരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് മായിട്ട് ജനക്കൂട്ട വിചാരണ എന്ന് പറയുന്നത്. അട്ടപ്പാടിയിൽ മധുവിനെ കൊന്നതുപോലെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കറുത്ത വർഗ്ഗക്കാർക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. ഒന്നുകിൽ അയാൾ മോഷ്ടിച്ചു, അല്ലെങ്കിൽ അയാൾ ഈ അടിമയുടെ ആ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീ വിഷയങ്ങളോ എന്തെങ്കിലുമൊക്കെ ആരോപിച്ച് കൂട്ടവിചാരണ ചെയ്ത് അയാളെ വെടിവെച്ച് കൊല്ലുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യുമായിരുന്നു. പിന്നീടാണ് നമ്മൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ അച്ചടി യന്ത്രം അല്ലെങ്കിൽ അച്ചടിക്കാനുള്ള ആ ഒരു ടെക്നോളജി വളർന്നതോടുകൂടി ലഘുലേഖകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇനി ഞാൻ പെട്ടെന്ന് ചരിത്രത്തിന്റെ ചില ഏടുകൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷമാണ് നമുക്കിപ്പോഴുള്ള സോഷ്യൽ മീഡിയ വരുന്നത്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പഴയതൊക്കെ ഒരു 10, 50, 60, 70 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഏതാനും ചില പത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആർക്കും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒക്കെ എഴുതിവിടാവുന്ന ഒരു കാലം വന്നു. ഇതോടുകൂടി ദുഷ്പ്രചരണങ്ങൾ അല്ലെങ്കിൽ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അത് കേൾക്കുന്ന ആളുകൾ അതിലേക്ക് അത് വിശ്വസിക്കുകയും അവരുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒട്ടനവധി ഊർജം അതിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും നമുക്ക് നഷ്ടപ്പെടുന്നു. ഇന്നത്തെ ഈ ഒരു ടോക്കിൽ ഞാൻ ഒരിക്കലും ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ സ്റ്റോറികൾ ഇതൊന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾക്കറിയാം, ഞാൻ ആരെയും വിധിക്കാന് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ ക്ലാസ്സുകളിൽ. അത് പ്രത്യേകിച്ച് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം സംസാരിക്കുന്ന സമയത്ത് മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം അതെന്റെ ജോലിയല്ല. നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ ആരെക്കുറിച്ചെങ്കിലുമുള്ള ചിത്രങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കുറ്റമായിരിക്കും, എൻ്റെ കുറ്റമല്ല. ഓക്കെ, ദെൻ ദ പർപ്പസ് എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം നൽകുക, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അവർക്ക് കുറെ കൂടി ഒരു ശാക്തീകരണം നടത്തുക എന്നാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ കേൾക്കുകയോ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന അതേക്കുറിച്ചുള്ള നമ്മളുടെ ആ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, അത് നമ്മളിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവബോധം നൽകുക എന്നുള്ളതാണ് ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് വാട്ട് ഈസ് മൈൻഡ്ഫുൾ ന്യൂസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇത് ന്യൂസ് കൺസെപ്ഷൻ നടത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താണ്. നമ്മൾ ഓർക്കുക, നമ്മൾ കേൾക്കുകയും പറയുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അതിനകത്ത് 50, 60, 70, 80, 90, 99% ചിലപ്പോൾ തെറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവബോധമുള്ളവരാകുക, നമ്മൾ കേൾക്കുന്ന എല്ലാം വിളിച്ചു പറയാതിരിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ കേൾക്കുന്ന അപവാദങ്ങളുടെ അല്ലെങ്കിൽ തെറ്റായ വാർത്തകളുടെ സ്വഭാവം എന്താണ്, അതുപോലെ മറ്റൊന്ന് സെൻസേഷണൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ അവസാനമായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്കൊരു വാർത്തയെ കാണാം. ഇപ്പൊ നിങ്ങൾ TV-യിൽ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വായിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉപയോഗിച്ച് കൂടുതൽ വൈകാരികമായിട്ടുള്ള പ്രതിഫലനങ്ങൾ നമ്മളിൽ ഉണ്ടാകാതെ ശാന്തമായി ഒരു റെസീലിയൻസോടുകൂടി നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഇത്രയുമാണ് എൻ്റെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ടത്. നമ്മളെപ്പോഴും ബ്രേക്കിംഗ് ന്യൂസ് കാണുന്നവരാണ് ഇല്ലേ? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് എഴുതി കാണിക്കും, ഇതാണ് സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇതാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മളോട് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങളിൽ നമ്മളെ കാണിക്കാറുണ്ട്.
സോ വാട്ട് ഈസ് എ സെൻസേഷണൽ ന്യൂസ് എന്ന് ചോദിച്ചാല് ജേർണലിസത്തിൽ ഉപയോഗിക്കുന്ന പത്രമാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് ചിലപ്പോൾ ഷോക്കിംഗ് ആയിരിക്കും, സത്യസന്ധമായിരിക്കില്ല, കൂടുതൽ കേൾവിക്കാരെ എന്താണ് ഇമോഷണൽ ആയിട്ട് ബാധിക്കുന്നതായിരിക്കും. അത് കാണാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ വരുമ്പോഴേക്കും അത് ക്ലിക്ക് ചെയ്ത് കാണാനുള്ള ഒരു കൗതുകം അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു ഒരു ആഗ്രഹം നമ്മളിൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അത് പലപ്പോഴും അവരുടേതായിട്ടുള്ള പ്രോഫിറ്റുകൾ, ആ പത്രങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ, അത് അവരുടെ പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ക്ലിക്കുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, സത്യസന്ധമായിരിക്കില്ല. ഞാൻ വായിക്കാതിരുന്നതും അല്ലെങ്കിൽ കാണാതിരുന്നതുമായ ഒരു ന്യൂസ് 2 ദിവസം മുമ്പ് ഒരു ഇങ്ങനെ യൂട്യൂബിനകത്ത് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്ന ഒരു ന്യൂസ് ഞാൻ കണ്ടു. സുരേഷ് ഗോപി അറസ്റ്റ്. പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടാകാം, ഓ മന്ത്രിയാണ്, അദ്ദേഹത്തെ എന്തിനാണ്, ആരാണ് അറസ്റ്റ് ചെയ്തത്? ഞാൻ നോക്കിയില്ല, എനിക്കറിയില്ല, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെയുള്ള സെൻസേഷണൽ ആയിട്ട് ഹെഡിങ്ങുകളൊക്കെ കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന രീതിയുണ്ട്. ഇനി നമ്മൾ ഈ ഇതുപോലെയുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ ഈ വിവേകപൂർവമല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് കൺസ്യൂമിങ് വിത്തൗട്ട് അവയർനെസ്? അവബോധമില്ലാതെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ അല്ലാതെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ചപ്പ് ചവറുകൾ കാണുക അല്ലെങ്കിൽ കേൾക്കുക ഒക്കെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കും. അതുപോലെ തന്നെ സ്ട്രെസ്, പിന്നെ പാനിക്കായി നമ്മൾ പാനിക്കാവും പല കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ മഴയാണെന്ന് സാറ് പറഞ്ഞു, പിന്നെ അത് വെള്ളപ്പൊക്കമാണ്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറ് പൊട്ടി അല്ലെ പൊട്ടുന്നു, അതേ വെള്ളം വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടാം, പടച്ചു വിടാമെന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ദേഷ്യം വരും, നമ്മൾ നിസ്സഹായരാകും, നമുക്ക് പാനിക്, ഇങ്ങനെയുള്ള ഒട്ടനവധി മാനസികമായിട്ടുള്ള നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ന്യൂസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ഇതിന്റെ കൊണ്ടുണ്ടാകുന്നു, തെറ്റായ വാർത്തകളിലെത്തി. ദെൻ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയും, അതായത് നമുക്കിത് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 10-12 കോഗ്നിറ്റീവ് ഓവർലോഡിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എനിവേ, നമുക്ക് ഇത് നമ്മളുടെ ബ്രെയിനിന് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഇക്കാലത്ത് ഇതുപോലെയുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടും. ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കേൾക്കുന്നത് എന്താണ്, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യും. അതിന്റെ വിശ്വാസ്യത നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അത് ചെയ്യും. അപ്പം അനുദിന ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന ആ സംഭവങ്ങളുടെ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുകയും കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ വൈകാരികമായ തലത്തിൽ, അതുപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിൽ ധ്രുവീകരണം ഉണ്ടാകും. അങ്ങനെയാണ് ചിലപ്പോൾ ജാതീയമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, വർഗീയമായിട്ടുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. ദെൻ അടുത്തത് നമ്മളുടെ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ. അടുത്തത് നമ്മളുടെ ഈ തെറ്റായ വാർത്തകളുടെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് എക്സാജറേഷൻ ആൻഡ് ഹൈപ്പർബോളി എന്ന് പറയും. അതായത് എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് പർവ്വതീകരിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ആ ഹൈപ്പർബോളി എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം, അതായത് അതിനുപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും. അതങ്ങനെയാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ ഇപ്പം അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴേക്കും നമ്മളെ സംബന്ധിക്കും, ഇന്ത്യക്കാരെ സംബന്ധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കേരളീയരെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സെൻസേഷണൽ ആയിട്ടുള്ള വളരെ പർവ്വതീകരിക്കപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഭാഷ ഇതെല്ലാം കൊടുക്കും. സത്യസന്ധമല്ലാത്ത രീതിയിൽ അതെന്തുമാത്രം മോശമായിട്ട് അല്ലെങ്കിൽ എന്തുമാത്രം അതിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഭാഷകളും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയും. പിന്നെ അവരുപയോഗിക്കുന്ന ഭാഷ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, നമ്മളെ കൂടുതൽ വൈകാരികമായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നതായിരിക്കും, കൂടുതൽ വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും.
ഉദാഹരണം നമ്മൾ ഭയമുണ്ടാക്കാം, ദേഷ്യമുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന കോപമുണ്ടാകാം, ചിലപ്പോൾ സിമ്പതി ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വികാരങ്ങൾ നമ്മളിൽ തന്നെ സൃഷ്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഭാഷകളായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും, നമ്മളിലേക്ക് നമുക്ക് കെയർഫുൾ ആകാൻ സാധിക്കും. ഈ പറയുന്ന രീതി സത്യസന്ധമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു രീതി. ദെൻ അടുത്ത സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെത് ട്രിവിയൽ ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കും. അതായത് ചിലതൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കപ്പെടും. കാര്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ളത് കാണിക്കല. ചിലപ്പോൾ പഴയ വീഡിയോകളായിരിക്കും എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ദി ന്യൂയോർക്ക് സൺ എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അവര് ചന്ദ്രനിലുള്ള ചില ജീവികളെ കുറിച്ച് 18-ാം നൂറ്റാണ്ടിൽ അവര് അതിന്റെ കുറെ വലിച്ച് രജിസ്ട്രേഷൻസ് ഒക്കെ നടത്തി കൊടുത്തിരുന്നു. എന്തിനാണ്? അവർക്ക് ഈ പത്രത്തിന് കൂടുതൽ പ്രചാരം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കെട്ടുകഥകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ പലപ്പോഴും അത് ഗോസിപ്പുകളായിരിക്കും, ചിലപ്പോൾ അത് മറ്റുള്ളവരെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ക്രൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിസാസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ മോശമായ രീതിയിൽ വളരെ ശക്തമായ ഭാഷയും അതുപോലെ തന്നെ ഒത്തിരി ഭാവനകളുടെ ആ സൃഷ്ടിയും ഈ ഇതിലുണ്ടാകും. ദെൻ അടുത്തത് മിസ്ലീഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊവോക്കേറ്റീവ് ഹെഡ്ലൈൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ അത് കാണണം. ഇപ്പൊ ആരെങ്കിലും അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നാര് എന്താണ് മരിച്ചുപോയി. നമ്മുടെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടില്ലേ, പല ആളുകളും മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഉദാഹരണം, നടൻ ഇന്നസെന്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം വാർത്ത വന്നു. അതുപോലെ മറ്റന്നാൾ എസ് ജാനകി മരിച്ചുപോയി എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഇത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാതെ ഉള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പ്രലോഭനം ഉണ്ടാകും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ് നമുക്ക് തെറ്റായ വാർത്തകൾ തന്ന് നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെ അവരുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടുക, ഇതെല്ലാമാണ് അവരുടെ ഉദ്ദേശം. പിന്നെ വാർത്തകൾ നൽകുമ്പോൾ അതിന് അടിസ്ഥാനമില്ല, അതിന് ആഴമില്ല, അല്ലെങ്കിൽ അതിനോട് ആ വാർത്തകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ കാലികമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ വളരെ നിസാരവൽക്കരിച്ച്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമില്ലെങ്കിൽ പോലും അവരുടെ ജിജ്ഞാസയെ വർദ്ധിപ്പിച്ച് അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതാണ് അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ രീതി. ദെൻ പ്രയോറിറ്റൈസേഷൻ ഓഫ് എന്റർടൈൻമെന്റ്, അതായത് കൂടുതലായിട്ട് ഇതെന്താണ്, ഇത് വളരെ സുപ്രധാനമാണ്, ഇതിങ്ങനെയാണ് കേൾക്കുന്നത്, അങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് പറയും. ഈ ഇടയ്ക്ക് ഒരു ചാനലിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഞാൻ അല്പനേരം ന്യൂസ് കണ്ടു. ആ സമയത്ത് ഉള്ള ഒരു വാർത്ത ഞാൻ കേട്ടു. അതായത് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അവർ പറഞ്ഞു ഇല്ല, അവിടെ ജമ്മു കാശ്മീരിലെ എയർപോർട്ടുകൾ മാത്രമേ. സോ ഇത് എങ്ങനെ, ഞാൻ പറഞ്ഞ ആളുകളെ ഭീതിപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മളുടെ തെറ്റായ ധാരണകൾ കൊടുത്ത് മനുഷ്യരെ ഭയപ്പെടുത്തുകയും, ചില സമയത്ത് അത് ഒരു എന്റർടൈൻമെന്റ് പോലെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരത് ചെയ്യും. ദെൻ മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മളിലൊക്കെ ബയസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട്, വ്യക്തികളോട്, സമൂഹങ്ങളോട്, ജാതി, മതം, ഇതുപോലെയുള്ള വിഭാഗീയതകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും കമന്ററികൾ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള എന്താണ് പ്രസന്റേഷൻ, സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, സത്യത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും ഇത് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇനി ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് അവരുടേതായ രീതിയിൽ, അവരുടേതായ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഞങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുഖം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് മുതലെടുക്കത്തക്ക രീതിയിൽ അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കും. ദെൻ അതിനോട് ഒപ്പം തന്നെ തെറ്റായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാകും. അത് ചിലപ്പോൾ പഴയ കാലത്ത് സംഭവിച്ചതായിരിക്കും, ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ഇപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോസുകൾ, അല്ലെങ്കിൽ ഗ്രാഫിക് ഇമേജസ്, അല്ലെങ്കിൽ വീഡിയോകളെല്ലാം കൊടുക്കും. അത് ഇന്ന് സംഭവിച്ചതാണെന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഈ സംഭവമായിട്ട്
ബന്ധപ്പെട്ടതായിരിക്കുകയാണ്. ഇപ്പം 2018 പ്രളയത്തിന്റെ ഒന്ന് ഇപ്പം ദേ ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ മറ്റതുപോലുള്ള സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങള് മനുഷ്യരെ പറ്റിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ കൊടുക്കും. പഴയ വീഡിയോകളൊക്കെ എടുത്ത് ഇതാണ് ഇന്നിപ്പോ സംഭവിച്ചതെന്ന് പറയും. ദെൻ എന്തുകൊണ്ടാണ് ഇത്ര ഹാംഫുൾ ആകുന്നത്? ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണ്? ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു അറിവ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അത് വളരെ മിസ്ഇൻഫർമേഷൻ ആയിരിക്കും. അതിനനുസരിച്ച് നമ്മളുടെ മനസ്സും ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വൈകാരികമായി ഇതിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ആളുകൾ ന്യൂസ് കാണുന്ന അതിനോട് തന്നെ അഡിക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത ആളുകൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ന്യൂസ് രാവിലെ തൊട്ട് ഇങ്ങനെ ചാനലുകൾ മാറ്റി മാറ്റി ഇങ്ങനെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. അതിൽ ഇവരെ പലപ്പോഴും പല ചാനലുകളും പല രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കാണുന്നത് കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ ഏതാണെന്നുള്ളതിനെ കുറിച്ചുള്ള വിശ്വസിക്കാൻ മേലാത്ത ഒരു 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 വികല്പനം നമ്മുടെ മനസ്സിലുണ്ടാകത്തക്ക രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നത്. പിന്നെ വളരെ ഏറെ തെറ്റായ രീതിയിൽ അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുക. അതായത് ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അത് എക്സാജറേറ്റ് ചെയ്ത് പർവ്വതീകരിച്ച് അത് മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്ന ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ആ ഒരു ആക്യുറസി, അതിനോടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള അറിവായിരിക്കില്ല നമുക്ക് ഇവർ തരുന്നത്. തെറ്റായ ഒത്തിരി അറിവുകൾ, അറിവെന്ന് പറയത്തില്ല, വാർത്തകൾ, ദുഷ്പ്രചരണങ്ങൾ എന്ന് വേണേൽ പറയാം. അറിവെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല, ആ രീതിയിലായിരിക്കും അത് തരുന്നത്. പിന്നെ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യും. അത് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ കാരണമെന്ന് അതങ്ങനെ പറയും. യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും ആയിരിക്കില്ല, വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഇപ്പം അഹമ്മദാബാദിലെ ആ അപകടം തന്നെ എടുക്കാം. അതിൽ ഒരു പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു. അയാൾ അത് മനഃപൂർവ്വമോ ഇതാണ് എഞ്ചിനല്ല, അതിന്റെ ആ ഫ്യൂവൽ അത് ടാങ്കിലേക്ക് അത് ഓഫ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ നിങ്ങൾ എന്നെക്കാളും ഒക്കെ ഒത്തിരി അറിവുള്ളവരാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 10-25 വർഷമായിട്ട് ഞാൻ ന്യൂസ് ചാനലുകൾ കാണാറില്ല. അതുപോലെ തന്നെ മലയാള പത്രങ്ങളും ഞാൻ വായിക്കാറില്ലെന്ന് ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഞാൻ ഈ പറയുന്നതിനേക്കാളൊക്കെ ഒത്തിരി അറിവുകൾ നിങ്ങൾക്കുണ്ട് നാട്ടിൽ അനുദിനം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. അതുപോലെ അടുത്തത് ഡാമേജ് ക്രെഡിബിലിറ്റിയാണ്. അതൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ട രീതിയിലാണ്. അവർക്കത് പ്രശ്നമല്ല, പറയുന്നവർക്കത് പ്രശ്നമല്ല. അവരെന്തേലും വിമർശിക്കപ്പെട്ടു എന്നുള്ളതും കുഴപ്പമില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കുറെ ആളുകൾ അവർക്കുണ്ട്. കാരണം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിനോട് അഡിക്റ്റഡ് ആയിട്ട്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറാണ്, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് ചായ്വുണ്ടെങ്കിൽ അവർ പറയുന്നതും ചെയ്യുന്നതും ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്തുമാത്രം തെറ്റായ വാർത്തകൾ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ അത് ശരിയാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു നിർവികാരത ഉണ്ടാകുന്നു. അതുപോലെ സിനിസിസം നമ്മളിൽ ഉണ്ടാകും. അതായത് നമുക്ക് ഒരു കാര്യത്തോട്, ഞാൻ പറഞ്ഞ എന്താണ്, എപ്പോഴും ബയസ്ഡ് ആയിട്ടുള്ള ചിന്താഗതികളും അതുപോലെ തന്നെ ഒരു നിർവികാരതയും. അതൊക്കെ അങ്ങനെ സംഭവിച്ചോട്ടെ, അല്ലെങ്കിൽ അവർക്കത് വേണം, അവനത് കിട്ടിയത് പോരാ, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഇതുപോലെ നഷ്ടം വന്നത് പോരാ, അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് നമ്മളിൽ തന്നെ മാനസികമായിട്ടുള്ള ഒരു തെറ്റായ ആ ചിന്താഗതിയും മനോഭാവവും സൃഷ്ടിക്കും. പിന്നെ നമ്മുടെ സമൂഹത്തിലും വ്യക്തികളിലും തെറ്റായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാകും. ഒരു എന്താണ്, നെഗറ്റിവിറ്റി കേട്ട് അത് ശരിയാണെന്ന് വിചാരിച്ച് അത് നമ്മൾ സ്വായത്തമാക്കി അങ്ങനെ അതിൽ തന്നെ ആയിരിക്കും നമ്മൾ അനുദിന ജീവിതത്തിൽ വരുന്നത്. ഓരോ കാര്യങ്ങളും, ഏത് കാര്യങ്ങളാണെങ്കിലും വസ്തുതാപരമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മളത് രാഷ്ട്രീയമോ മതപരമോ സാമുദായികമോ സാംസ്കാരികമോ എന്തായാലും നമ്മൾക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എവറി ഡേ നമ്മൾ ഇത് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ആ നെഗറ്റിവിറ്റിയിലേക്ക് കൂടുതൽ സമൂഹവും പോകുന്നു, അതുപോലെ വ്യക്തികളും പോകുന്നു. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഇതൊരു ഊർജം പകരലാണ്. എന്താണ് നമുക്ക് ഫിയർ ആൻഡ് ആങ്സൈറ്റി നമ്മളില്, സമൂഹങ്ങളില്, വ്യക്തികളില് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇത് ശരിയാണോ, വസ്തുതകൾ ചെക്ക് ചെയ്യാൻ ഫാക്ട് ചെക്കിങ് നമ്മൾ നടത്തുന്നില്ല. എന്തോ കേട്ടു, ഇത് ശരിയാണ്, എന്നാ ഉടനെ തന്നെ ഞാനിത് ഫോർവേഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിളിച്ചു പറയാം.
ഇങ്ങനെയുള്ള ആ ഒരു പ്രവണത ഉണ്ടാകുന്നു. നമ്മൾ ഒരിക്കലും ക്രിട്ടിക്കലായിട്ട് ഇത് സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ വരുമ്പോഴേക്കും അവരാണ് കൂടുതലായിട്ട് മതത്തിലുമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ അനുദിനം എന്ന് പറഞ്ഞ പോലെ അത് മറ്റുള്ളവരെ, എതിർ പാർട്ടിക്കാരെ, ഒന്നുകിൽ പ്രതിപക്ഷം കക്ഷിയെ അല്ലെങ്കിൽ ഭരണപക്ഷം എതിർ കക്ഷിയെ അത് എന്താണ് ഈ ടോം ആൻഡ് ജെറി ഇങ്ങനെ അടിച്ച് പറഞ്ഞ പോലെ മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള വാർത്തകളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. സമൂഹത്തിൽ ഇനി ഡെമോക്രാറ്റിസം അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും പൊളിറ്റിക്കൽ പോളറൈസേഷൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അത് നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെന്ന് മാത്രമല്ല, എല്ലായിടത്തുമുണ്ട്. ഈവൻ നമ്മൾ പറയുന്ന പാശ്ചാത്യ നാടുകളിൽ പോലും ഇതുപോലെയുള്ള വാർത്തകൾ വിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ലീഡേഴ്സ് അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ തന്നെ മറ്റുള്ളവരെ അങ്ങേയറ്റം താറടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുക, അത് ഏറ്റെടുക്കുക, അങ്ങനെ ചെയ്യും. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയല്ല ഇതേതാണ് ശരി, ഒരു നെല്ലിനകത്തെ പതിരേതാണ് അല്ലെങ്കിൽ നെല്ലേതാണ് ശരിയായിട്ടുള്ളതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വന്ന് നമ്മളിൽ തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നു. പിന്നെ അല്ലെങ്കിൽ ഫിയർ മോങ്കറിങ് എന്ന് പറയും. ഫിയർ മോങ്കറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ചില ആളുകൾ പവർ മോങ്കറിങ് ആയിരിക്കും, അധികാരം പിടിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫിയർ കൂടുതലായിട്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന, ഈ കേൾവിക്കാരിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. എത്തിക്കൽ വയലേഷൻസ്, ഈ ന്യൂസ് കൊടുക്കുന്നതിന്, എഴുതുന്നതിന്, പ്രചരിപ്പിക്കുന്നതിന് യാതൊരു എത്തിക്കൽ വാല്യൂസും ഇല്ല. ഒരു ഹ്യൂമൻ വാല്യൂസും ഇല്ലാത്ത രീതിയിൽ, ഏറ്റവും നീചമായ രീതിയിൽ എന്ന് വേണേൽ പറയാം, ആ രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ദെൻ അണ്ടർമൈൻസ് നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡിനെ അല്ലെങ്കിൽ ആ തിങ്കിങ് എബിലിറ്റിയെ പോലും അത് നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇത് വിലയിരുത്താൻ നമുക്ക് സാധിക്കാത്ത രീതിയിൽ, അതിനെ പോലും തച്ചുടയ്ക്കുന്ന രീതിയിലായിരിക്കും. ദെൻ അടുത്തത് എന്താണ്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയമായ നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, അല്ലെങ്കിൽ റീഡേഴ്സിന്റെ നമ്പർ കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ വിനാശകരമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തത്, ഓക്കെ, ഇനി നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്ത് നമുക്കൊരു ന്യൂസ് കാണാൻ സാധിക്കും. നിങ്ങളൊക്കെ ന്യൂസ് കാണുന്നവരായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ എപ്പോഴും ന്യൂസ് ചാനലുകൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അല്ലെങ്കിൽ ഈ CNN ആണ് ലോകത്ത് ആദ്യമായിട്ട് 24 hours ന്യൂസ് ചാനൽ തുടങ്ങിയതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതായത് അപ്പൊ പലരും വിചാരിച്ച് ഇതാരാ കേൾക്കാൻ പോകുന്നത്, 24 മണിക്കൂർ ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാര്? പക്ഷെ അവരത് വളരെയേറെ വിജയിച്ച ഒരു ചാനലാണ് ആ കാര്യത്തിൽ, ന്യൂസ് കൊടുക്കുന്നതിൽ അത് കാണാനുള്ള ആൾക്കാർ. ഞങ്ങൾക്ക് ഇവിടെ 4 പ്രാവശ്യം, ഒരു ദിവസത്തിൽ 4 പ്രാവശ്യമേ ഉള്ളൂ. മിക്കവാറും കാണുന്നത് ഇപ്പം രാവിലെ 9 മണിക്ക് ഒരു ന്യൂസ് ഉണ്ട്, പിന്നെ 1 മണിക്കുണ്ട്, പിന്നെ വൈകിട്ട് 5 മണിക്കുണ്ട്, വൈകിട്ട് പിന്നെ 7:30-ക്കുണ്ട്. ഈ ന്യൂസിൽ വരുന്നത് വളരെ സുപ്രധാനമല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് മൈൻഡ്ഫുൾനെസിന്റെ അതുപോലെ ഇവിടെ നാട്ടിലെ പോലെ ഇമോഷണൽ ആയിട്ടുള്ള വാർത്തകൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നാട്ടിലുള്ളവർക്ക് ഇത് ആവശ്യമാണ്. മൈൻഡ്ഫുൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാത്ത രീതിയിൽ നിഷ്പക്ഷമായി വൈകാരികമായിട്ടുള്ള ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ കാണാം. സെറ്റ് ആൻ ഇന്റൻഷൻ. ആദ്യമായിട്ട് നമുക്ക് ചെയ്യുന്നത്, നമ്മൾക്ക് എപ്പോഴാണ് നമുക്കൊരു ഇന്റൻഷൻ വേണം. വെറുതെ ഇരുന്ന് മുഴുവൻ സമയവും ഇങ്ങനെ ന്യൂസ് കാണുക, അല്ലെങ്കിൽ നമ്മൾ ശബ്ദങ്ങൾ സ്നേഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ലോകത്തുള്ള മനുഷ്യർ. എന്തെങ്കിലും ഒരു ശബ്ദം നമുക്ക് ഉണ്ടാകണം, കേൾക്കണം. അതാണ് നമ്മൾക്ക്. കാരണം ഒരു മൗനത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നിശബ്ദതയെ ഭയപ്പെടുന്നവരുണ്ട്, സമാധാനത്തെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്. കാരണം പെട്ടെന്ന് ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സമാധാനം കിട്ടി, വാട്ട് ഈസ് പീസ്, അവർക്ക് ഷോക്ക് ആകുന്ന ഒരു ഇതുണ്ട്. കാരണം എപ്പോഴും അസ്വസ്ഥതയാണ് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ കേൾക്കുന്നത് അറിയാൻ താല്പര്യമുള്ളത്. അതുകൊണ്ട് എപ്പോൾ ഏത് സമയത്ത് എങ്ങനെയാണ് ന്യൂസ് കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മുഴുവൻ സമയവും ഇതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്ന ആ ഒരു സ്വഭാവം മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടും അതേസമയം ക്രിട്ടിക്കൽ ആയിട്ടും കാണാൻ നോക്കുക.
വാർത്തകൾ നമ്മൾ കാണുന്നു, കുറെ ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളിലാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോഴും മൈൻഡ്ഫുൾനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിനനുസരിച്ച് ഇതെന്താ ഈ കാണുന്നത്, ഇതെന്താണ് ഈ ചെയ്യുന്നത്, ഓരോ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാനലുകളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അത് പറയുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് വികാരം കൊള്ളാതെ ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ മറ്റുള്ള അതുപോലെ തന്നെ ഓരോ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ആ ഇന്റൻഷൻ വെക്കുന്നതോട് കൂടി തന്നെ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് കാണണോ കേൾക്കണോ, ഇതൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഇതിന്റെ ആ ന്യൂസ് കാണുന്നതിന്റെ ആ ഫ്രീക്വൻസി അത് കുറയ്ക്കുന്നതും, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഫാക്റ്റുകളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. മൈൻഡ്ഫുൾ ആകാൻ, കൂടുതൽ സമാധാനം, സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക്. അവയർനെസ് ആണ് അടുത്തത്. അതായത് നമ്മളുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ അതിനാൽ തന്നെ വലിച്ചിഴക്കപ്പെടുന്നുണ്ടോ, അതിന്റെ ആ വികാരങ്ങളുടെ ഒരു കുത്തൊഴുക്കിൽ നമ്മൾ പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചലനം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മളുടെ ശരീരത്തിലും വ്യത്യാസം വരും. നമ്മളുടെ കൈകാലുകളിലായിരിക്കാം, നമ്മളുടെ നെഞ്ചിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഉദരത്തിലായിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എന്താണ്, ഓക്കെ, ഞാനിത് കേൾക്കുന്നു, എന്നിൽ ഭയമായിരിക്കാം, വെറുപ്പായിരിക്കാം, ദേഷ്യമായിരിക്കാം, കോപമായിരിക്കാം, മറ്റുള്ളവരോട്, വ്യക്തികളോട്. ഇതെല്ലാം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു നിരീക്ഷകനോ നിരീക്ഷകയോ ആകുക. ഡോണ്ട് അബ്സോർവ്. നമ്മൾ സ്വായത്തമാക്കാതെ കാണുന്നു, ഒരു സിനിമ കാണുന്നു എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ശരിയാണ് എന്നും ഈ ചാനലാണ് എനിക്ക്, അതാണ് നമുക്ക് ചില പ്രിഫറൻസുകളുണ്ട്. നമ്മുടെ ബയസിനെ അല്ലെങ്കിൽ നമ്മളുടെ ആ നെഗറ്റിവിറ്റിയെ ഫീഡ് ചെയ്യുന്ന ചാനലായിരിക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത്. അത് ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്യുക, ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. കൂടുതലായിട്ട് ഇമോഷൻസ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുക. ഈ പറയുന്നത് നേരാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുൻപ് പലപ്പോഴും ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട വളരെ പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രപതിമാര്, പ്രധാനമന്ത്രിമാര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ മരിക്കുമ്പോൾ സാധാരണഗതിയിൽ മലയാളം പത്രങ്ങളിൽ പണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഞാനത് വളരെ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. പത്രങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഈ പത്രങ്ങളിലൊക്കെ ഏതെങ്കിലും ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ, പഴയ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ, പ്രമുഖരായ വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെയൊക്കെ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, അവരുടെ ജനനത്തിൽ അല്ലെങ്കിൽ അവരുടെ വയസ്സിൽ 2-3 വർഷത്തിന്റെ ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ട് ഒരു നേതാവ് ഇത്രയും പ്രശസ്തനായ, നമ്മളല്ല, വേറുള്ള ആൾക്കാര്, വളരെ പ്രശസ്തരായ ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ആ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ വയസ്സിൽ പോലും ഈ പത്രങ്ങൾക്ക് ഈ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അവരുടെ ആക്യുറസിയുടെ കുറവല്ലേ? ഓക്കെ, ദെൻ ഫാക്ട് ചെക്ക് ചെയ്യാൻ നോക്കുക. ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ അടുത്തത് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യുന്ന ചൂസ് സോഴ്സസ് കോൺഷ്യസ്ലി. ഏതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ചാനല്, നമ്മളുടെ പാർട്ടിയോ മതമോ ഏതെങ്കിലും തരത്തിലുള്ള അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടത് ആ കിട്ടുന്ന ഇൻഫർമേഷന്റെ എന്താണ്, അത് ശരിയാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചാനൽ. ഓക്കെ, നിങ്ങൾ പറയുമായിരിക്കും അങ്ങനെ ഒരു ചാനൽ നിങ്ങളുടെ രാജ്യത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ അധികം കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ ലിമിറ്റ് ഓവറോൾ കൺസംഷൻ. ഓക്കെ, നമ്മളൊരു കൂടുതലായിട്ട് ഇതിനോട് അഡിക്റ്റഡ് ആയിട്ട് ന്യൂസ് കാണാൻ വേണ്ടി, ഈ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ അത് കുറയ്ക്കുക എന്നുള്ളത് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോഴും മീഡിയയെ കുറിച്ചും, സോഷ്യൽ മീഡിയയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഡിജിറ്റൽ കൺസംഷനെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവം ശ്രമിക്കുക. ഒരു പ്രാവശ്യം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അറിയണം, കാര്യങ്ങൾ അറിയണം, അത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ആ ടൈം ലിമിറ്റ് ഒന്ന് കൊണ്ടുവരിക. ദെൻ അതുപോലെ തന്നെ നമുക്കൊരു ബൗണ്ടറി നമ്മൾ സൃഷ്ടിക്കണം. അത് എന്താണ്, നമ്മൾ ഇന്ന സമയത്തെ കാണുകയുള്ളൂ, അതുപോലെ തന്നെ ഇന്ന സമയത്ത് ഇന്ന ചാനൽ അല്ലെങ്കിൽ ഇന്നതാണ് വിശ്വാസ്യത ഉള്ളത് എന്ന രീതിയിൽ നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ട് കുറെയൊക്കെ ടൈം ലിമിറ്റ് വയ്ക്കുക.
ക്വസ്റ്റ്യൻ ദി നറേറ്റീവ്സ്, വൈ ബിഹൈൻഡ് ദ സ്റ്റോറി. ഈ കഥ ഇത് പറയുന്നതിന്റെ പിന്നിലുള്ളത് എന്താണ്, ഇവരുടെ അജണ്ട എന്താണ്, ഈ ചാനലിന്റെ അജണ്ട എന്താണെന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ക്രിട്ടിക്കലായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അതിനോടുള്ള ആ കൂടുതലായിട്ടുള്ള കാണാനുള്ള ആ വ്യഗ്രത നമ്മളിൽ നഷ്ടപ്പെടും. ദെൻ ഐഡന്റിഫൈ, അതായത് ഈ സെൻസേഷണൽ ന്യൂസ് തരുന്നത് കൊണ്ട് ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക. ഇപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഓരോ ന്യൂസുകളും നമ്മളിൽ എത്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്താണെന്നുള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യുക. നിങ്ങൾ അസ്വസ്ഥരാകുന്നെങ്കിൽ, കൂടുതലായിട്ട് വൈകാരികമായിട്ട് അസ്വസ്ഥരാകുന്നുണ്ട്, നിങ്ങൾ ഒരു കാഴ്ച കാണുന്നു, അത് ഏതെങ്കിലും തരത്തിലുള്ള ചിലപ്പം ക്രൈം ചിലപ്പം കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് തന്നെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിങ്ങിന്റെ ആ ഭാഷ ഇതൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ മാനസികമായിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് അസ്വസ്ഥരാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ടാറ്റിക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. ഉദാഹരണമായിട്ട് ഡീപ്പ് ബ്രീത്തിങ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് വളരെ വൈകാരികമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക, നിങ്ങളുടെ ജനലിൽ പോയി ഒരു പുറത്തേക്ക് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങളുടെ ബോഡി അവയർനെസ്സിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ബാലൻസ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇന്ന് വരെ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു പുതിയ അറിവ് ഇതാണ്. ഇതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകുന്നില്ല. ന്യൂസ് അറിയണം, അത് നല്ലതാണ്, വാർത്തകൾ അറിയണം, പക്ഷേ ഈ രീതിയിലുള്ള ഫീഡിങ് കൊണ്ട് നമുക്ക് ഉപകാരമില്ല. അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളതിനെ കുറിച്ചൊന്നും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദെൻ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ അൺഫോളോ ചെയ്യുക. അതായത് നമ്മൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഇങ്ങനെ തരുന്ന ആ ആളുകളെ എന്താണ് ഈ രീതിയിൽ തന്നെ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എനിക്ക് ഒരു അജ്ഞാതമായ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നതാണ്. അതായത് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അറിയില്ല, റോയ് സാറോ സാബു സാറൊക്കെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരാണ്. ഒരു അജ്ഞാതനായ ഒരാൾ എനിക്ക് എഴുതിയിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യണം. ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, ഇനി ഞാൻ അയാളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ പറയുന്ന ഇന്നതാണ് ഈ ചാനലിന്റെ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ ഉദ്ദേശം ഇതാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ, ദയവായി ചെയ്യാമോ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ട ഭാഷകൾ. ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദാറ്റ് മീൻസ് എന്തോ ഒരു കമാൻഡ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് അജ്ഞാതമായ ഒരു വ്യക്തിയിൽ നിന്ന്. ഈ രീതിയിൽ ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മളത് അൺഫോളോ ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ ഫാക്ട്സ്, നോട്ട് ജസ്റ്റ് ഫീലിങ്സ്. നമ്മളുടെ അവരുടെ ഫീലിങ്സ് എന്താണോ, അവർ കുത്തിവയ്ക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതല്ല, അല്ലെങ്കിൽ നമ്മളിൽ എന്ത് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതല്ല, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫാക്റ്റിൽ നമ്മൾ ചെയ്യുക. റിലീസ് പെൻഡ് അപ്പ് സ്ട്രെസ്, കൈയും കാലും ഒക്കെ ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതിയിൽ നമ്മളുടെ ഇത് കേട്ട് നമ്മളിൽ ഉണ്ടായിട്ടുള്ള എന്താണ് അടിഞ്ഞുകൂടിയ നമ്മളുടെ ആ വികാരങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഫോക്കസ് ഓൺ യുവർ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്താണ് നിങ്ങൾ ഏതെല്ലാം തരത്തിലൂടെയാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെല്ലാമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു ന്യൂസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതേക്കുറിച്ച് ആരോടെങ്കിലും ഇതൊക്കെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, അത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ അവോയ്ഡ് ഡൂം സ്ക്രോളിംഗ് എന്ന് പറയും. അതായത് ഇങ്ങനെ ഒന്നുമില്ല, വിവേചനമായിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നില്ല, ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്ന് നമ്മൾ വെക്കുക. കൾട്ടിവേറ്റ് മീഡിയ ലിറ്ററസി. ഓരോ മീഡിയയെ കുറിച്ച് നമുക്കൊരു ലിറ്ററസി നമുക്ക് ആവശ്യമുണ്ട്. ഏത് മീഡിയ ഏതെല്ലാം തരത്തിലാണ്, നിങ്ങൾ ഒരു പാർട്ടിയുടെ ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ലിറ്ററസി നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആകുക. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ വളർത്തുക. പിന്നെ അടുത്തത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഫാക്ട് ചെക്ക്, സത്യസന്ധമാണോ എന്നുള്ളതിനെ കുറിച്ച്. അണ്ടർസ്റ്റാൻഡ് ബയസസ്, ഓരോരുത്തരും പടച്ചു വിടുന്ന അതിന്റെ ആ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബയസ്ഡ് ആയിട്ട് ഉണ്ടോ, എന്താണ് ഇവരുടെ ചാനലിന്റെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കുക. ഞാനിനി പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതുകൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല.
സാരമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതുകൂടെ പറഞ്ഞ് നമ്മുടെ സമയം നമ്മൾ കളയണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത്. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. വൈകാരികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. ഉദാഹരണം, നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്ന് നമ്മുടെ സമയം കളയുന്നു. സമയം വേസ്റ്റ് ഓഫ് ടൈം. വൈകാരികമായി നമ്മൾ പ്രതികരിക്കുന്നു. മാനസികമായിട്ടുള്ള ആ ടയർഡ്നെസ് നമുക്കുണ്ടാകുന്നു. ഇനി അതുപോലെ തന്നെ ഇത് കാണുന്നതിന് വേണ്ടി ഇരുന്നാണ് കാണുന്നതെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ആ സമയം എന്താണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആ മൂവ്മെന്റ്സിന്റെ കുറവ്, ആരോഗ്യം ഇതെല്ലാം നമ്മളെ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു സെഷനാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഒരു നോളജ് ഓവർലോഡിങ് അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ഓവർലോഡിങ് തലത്തിലാണ്. അത് സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രമല്ല, ഇതുപോലത്തെ ചാനലുകൾ, അങ്ങനെ ന്യൂസുകൾ പല തരത്തിൽ, അതുപോലെ തന്നെ ഒരേ വാർത്ത തന്നെ പല രീതിയിൽ പോലും നമ്മൾ കേൾക്കുന്ന ഒരു സമയമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു മാനസികമായ തലത്തിൽ എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി വിത്ത് ഫാക്ട്സ്, വിത്ത് ടെക്നിക്സ് സാർ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് ശേഷം പോകാം. ഡോക്ടർ എന്തെങ്കിലും പറയുന്നോ? സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ്. പറയൂ. ഇപ്പൊ നമ്മൾ അത്രയധികം ഉയർന്ന ഒരു ഇന്റലക്റ്റിലും അത്രയധികം പക്വതയും ഈ പക്ഷം പിടിക്കാത്ത ഒരു നിർമ്മമത്വം ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലുള്ള ആളിനല്ലേ ഇതൊക്കെ സാധ്യമുള്ളൂ. സാധാരണ മനുഷ്യരായിട്ടുള്ളവർ നമ്മൾ ഈ വികാരം കൊള്ളുകയും വിക്ഷോഭം കൊള്ളുകയും ചില നമുക്ക് ഇഷ്ടമല്ലാത്തവരെ പറ്റി മോശം കേൾക്കുമ്പോൾ അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരു ഉള്ളിൽ ഒരു ആഹ്ലാദം ഉണ്ടാവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളങ്ങ് മോചിതരാവണം എന്ന് എന്തിനാണ് സാർ പറയുന്നത്? ലെറ്റസ് എൻജോയ് ദിസ്. അത് ഒരു പരിധി വരെ നമ്മളത് വാച്ച് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അത് തള്ളിയും കളയുന്നു. അല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് ടോട്ടലി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു ഐഡിയൽ വേൾഡിൽ ഒരു വെള്ളരിക്ക പട്ടണത്തിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ ഇത് നമ്മുടെ ഈ ഡീപ് ഫേക്ക് വീഡിയോസ് വരെ ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഈ മറ്റേ പ്രമുഖ ചലച്ചിത്രകാരന്മാരൊക്കെ പുതിയ സിനിമയിൽ വരുന്നതും നേതാക്കന്മാരൊക്കെ പല വേഷത്തിൽ, ട്രംപ് വരെ മത്തിക്കച്ചവടത്തിന് വരുന്നത് ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് എൻജോയ് ചെയ്തങ്ങ് പോകാന്നല്ല, ഇത് ടോട്ടലി ലീതലാണ്, ഇത് വളരെ നെഗറ്റീവാണ്, ഇത് ഒരു ടോട്ടലി ബ്ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ കാണേണ്ടത് മാത്രം ഇതിന് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടോ സർ? ഞാൻ ഒരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഇപ്പൊ ഒരുപാട് അത് നമ്മുടെ സാധാരണ ഒരു ബുദ്ധിയിൽ തോന്നിയതാണ്. അപ്പൊ നമ്മൾ ഇത്ര ഇതിനെ ഒബ്ജക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം മാത്രം സർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, സാറിന്റെ അഭിപ്രായവും ചോദ്യവും ഒക്കെ പ്രസക്തിയുള്ളതാണ്. താങ്ക് യു. ഞാൻ പറയുന്നത്, സാർ ഇപ്പൊ പറയുന്ന പോലെ എല്ലാ ആളുകൾക്കും ഇത് അറിയാൻ സാധിക്കില്ല. ഒന്നാമത്തെ നമ്മൾക്ക് ഒരു ഇന്റൻഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ ഇത് അറിയുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ കോൺഷ്യസ് ആണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവബോധം ഉള്ളവരാണോ എന്നുള്ളതാണ് ആദ്യമേ അറിയേണ്ടത്. കാരണം മെജോറിറ്റി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് അവർ വളരെയേറെ വൈകാരികമായി ക്ഷോഭിതരാണ്, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഞാനിപ്പോ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ബാഹ്യമായ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് റിക്കവറി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്കുള്ള ചില നിർദ്ദേശങ്ങളാണ്. അടുത്തത്, നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ? ട്രംപ് മത്തിക്കച്ചവടത്തിന് വരുന്നതിന്റെ ഇതോ അതോ അങ്ങനെ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിൽ. പക്ഷെ അങ്ങനെയുള്ള ആ മെന്റാലിറ്റി അത് ഉണ്ടാകുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സാറ് നിഷേധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ രണ്ടാമത്, നമ്മളുടെ ഇതൊക്കെ കാണുമ്പം ഡോപ്പമൈൻ വർദ്ധിക്കുന്നു എന്ന് പറയുന്നതും അങ്ങനെ ആ ഒരു രീതിയിൽ, പിന്നെ നമ്മൾ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഡോപ്പമൈൻ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അത് എൻജോയ് ചെയ്യാൻ കഴിവുള്ള എത്ര പേരുണ്ട്? അത് നേരാണെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. ട്രംപ് ശരിക്കും ഇവിടെ വന്നോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ. അപ്പൊ നമുക്ക് പലപ്പോഴും ഇത് ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയിൽ നമുക്കിത് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഇതിൽ നിന്നും ഒരു മാറ്റം വരണമെന്ന്, അല്ലെങ്കിൽ ഒരു അവബോധം ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അതിന് അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമുക്കൊരു ജലദോഷവും വന്നു, ഒരു പനിയും വന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതിരിക്കാം, മരുന്ന് കഴിക്കാതിരിക്കാം, അത് തന്നെത്താൻ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ആ ഒരു മനോഭാവമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, വെൽ ആൻഡ് ഗുഡ്.
അതേസമയം ഇത് എന്താണ് പനി വന്നു, അത് നീ അങ്ങനെയായി, അല്പം തലവേദനയുണ്ട്, ഇനി അത് ബ്രെയിൻ ട്യൂമറാണ്, ഇങ്ങനെയൊക്കെ പേടിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതുകൊണ്ടുണ്ടാകുന്ന എക്സാമിനേഷൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും, പണനഷ്ടം, അതുപോലെ തന്നെ മറ്റനവധി കാര്യങ്ങളുണ്ടാകും, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാനും നമുക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ സാർ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. Okay, sir. It was a super answer. Thank you. തന്നെയല്ല സാറേ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇന്റർനെറ്റ് AI കോൺസെപ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ചിലർ കമൻ്റ് ഇടും, ഇതൊക്കെ വെറും AI ആണ്, നിങ്ങളൊക്കെ ഒന്നും അറിയത്തില്ലേ, ഈ ലോകത്തൊന്നും അല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സത്യത്തിൽ എളിഭ്യരായി പോകത്തില്ലേ എന്ന് പറയുന്ന പോലെ അവിടെയൊക്കെയാണ് കുറച്ച് ശ്രദ്ധ കൃത്യമായിട്ട് നമ്മൾ ഒരാൾ ഷെയർ ചെയ്യുമ്പോഴും ഇത് സ്വീകരിച്ചുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഈ ഇൻഫർമേഷൻ യുഗത്തിലുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും പലരുടെ മുമ്പിൽ നമ്മൾ അപമാനിതരായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആൻഡി സാർ പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. രാജീവ് സാർ എന്തോ പറയുന്നുണ്ട്? ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ. ആ. ഡിജിറ്റൽ മീഡിയയുടെ കാലത്ത് ഒരുപാട് ഇതുപോലെ നമ്മളെ കബളിപ്പിക്കുന്നില്ലേ? ഇപ്പം ഈ ക്വാണ്ടം ഇക്കണോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ, അവരുടെ പേരെന്താ, അവരൊക്കെ കൊടുക്കുന്ന കുറേ ന്യൂസ് ഉണ്ട്, അവർ കൊടുക്കുന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതായത് നിങ്ങൾ 21,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം, ഒരു ആഴ്ച കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും, ഒരു മാസം കഴിയുമ്പോൾ കോടികളും കിട്ടുമെന്ന്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസ് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും വരുന്നുണ്ട്. ഇതൊക്കെ സാധാരണ ആൾക്കാരെ ഇതാകത്തില്ല. അതെങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അത് ശരിയാണോ തെറ്റാണോ? ഞാൻ പ്രാവശ്യം ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് സാധാരണക്കാരെ ഒരുപാട് സോറി ഫോർ ഇന്ററപ്ഷൻ, പറഞ്ഞോളൂ, കണ്ടിന്യൂ സാർ. ഫാക്ട് ചെക്ക് എല്ലാവരും, പക്ഷേ സാധാരണക്കാരും തയ്യാറാകത്തില്ല, അവർ വഞ്ചിതരാകും. സാറേ, ഇത് എല്ലാ രാജ്യത്തുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 500 യൂറോ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങളുടെ ഫെഡറൽ പ്രസിഡന്റ് പറയുന്നു, യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് പറയുന്നു, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റ് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഫാക്ട് ചെക്കിങ്ങിന് നമുക്കൊരു സാമാന്യ ബുദ്ധിയിൽ ക്രിട്ടിക്കൽ മൈൻഡിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ ഇപ്പോൾ സാറ് പറഞ്ഞ എന്താണ് 20,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് ഞാൻ ന്യൂസിനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാനിപ്പം ചോദിച്ചത് കൊണ്ടും ഈ സന്ദർഭം വന്നുകൊണ്ട് ഞാൻ ഓർത്തുകൊണ്ട് പറയാണ്, നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു നമ്മളെ കഷ്ടത്തിലാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യാം. ഒരു ഫാക്റ്റും ചെക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഈസ് ഇറ്റ് പോസിബിൾ? ജസ്റ്റ് ഒരു ഒറ്റ ചോദ്യം മതി. ഇതിന്റെ ഇത് എന്തുമാത്രം റിലയബിൾ ആണെന്ന് മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും ഇതിന്റെ ഒരു കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റി ആയിട്ട് നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈസ് ഇറ്റ് പോസിബിൾ? 20,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ലക്ഷം കിട്ടും, അല്ലെ 10 ലക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നു. ഒന്നാമത് അതില്ല. നമ്മളുടെ ഗ്രീഡ് ബട്ടണിൽ പ്രസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വിധത്തിലുള്ള അഡ്വർടൈസ്മെന്റ്, അല്ലെങ്കിൽ ഇതൊരു ന്യൂസ് ആയിട്ടും വേണമെങ്കിൽ പറയാം, ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ സാമാന്യ ബുദ്ധിയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഫാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കണം, മറ്റുള്ളവരോട് ചോദിക്കണം, ഇതിങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന്. ഇപ്പം ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെക്ക് ചെയ്യാം, ഇതേ രീതിയിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാതെ തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തില്ലേലും നമ്മുടെ എന്തുമാത്രം നമ്മൾ അത്യാർത്ഥിയുള്ളവരാണ്, ഈ അത്യാർത്ഥിയാണ് ചെയ്യുന്നത്. എത്രയോ പേര്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് തന്നെ. 500 യൂറോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് 2,500 മുതൽ 5,000 യൂറോ വരെ നിങ്ങൾക്ക് ഒരു മാസം ഞങ്ങൾ തരാമെന്ന് പറയുമ്പോൾ അത് എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ രാജ്യത്തും പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറയുന്നില്ല,
അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇതിങ്ങനെ അനുദിനം നടക്കുന്നതാണ്. കുറെ പേര് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പിന്നിലുള്ളത് നമ്മളുടെ വികാരമാണ്. എന്താണ്? നമ്മുടെ ആ ഗ്രീഡിനെസ് ആണ്. 500 യൂറോ ഇട്ടിട്ട് 2500 മുതൽ 5000 യൂറോ വരെ എടുക്കുക. 20,000 രൂപ ഇട്ടിട്ട് 1 ലക്ഷം നമുക്ക് മാസം കിട്ടുക എന്നുള്ളത് ഇതാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ ഗ്രീഡിനെ കറക്റ്റായിട്ട് ടച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം നമുക്കുണ്ടാകും. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിന് ശേഷം വീണ്ടും കേൾക്കാമോ സാറേ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ, നമ്മൾ തുടങ്ങാണ്. ഓക്കെ, തെറ്റായ വാർത്തകളെ അവധാനപൂർവം എങ്ങനെ നമുക്ക് കാണാം, അല്ലെങ്കിൽ അവയെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന ധ്യാനത്തിലേക്ക്, മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വസ്ഥമായ ഒരിടത്ത് നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ ഇരിക്കുക. ധ്യാനത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ കണ്ണടകൾ ധരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിവെക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇരിപ്പില് അല്ലെങ്കിൽ വസ്ത്രത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കൂടുതൽ സുഖകരവും സുസ്ഥിരവുമായ രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് സാവധാനം അടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം താഴേക്ക് മൃദുവാക്കുക. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലേക്ക് മാറുവാൻ അനുവദിക്കുക. ശാരീരികമായും മാനസികമായും ആഴത്തിൽ കൂടുതൽ ശാന്തിയും സമാധാനവും ശാരീരികമായ സൗഖ്യവും ലഭിക്കുന്നതിനു വേണ്ടി ആദ്യമായി നമുക്ക് ആഴത്തിൽ 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളുടെ ശ്വാസകോശം പൂർണ്ണമായി നിറയുന്ന രീതിയിൽ അത്രയേറെ ആഴത്തിലായിരിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ സാവധാനത്തിൽ പൂർണ്ണമായ അവബോധത്തോടെ നിങ്ങൾ എടുത്ത ആശ്വാസത്തെ പുറത്തേക്ക്
വിടുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായും നിങ്ങളുടെ മൂക്കിലൂടെ മാത്രമായിരിക്കുവാനും ശ്രദ്ധിക്കുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങൾ കൂടുതൽ ഉറപ്പുള്ളവരും സുസജ്ജരുമാണെന്ന് നിങ്ങൾ അറിയുക. സാവധാനം നിങ്ങളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിലേക്ക് മടങ്ങി വരിക. 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് ശ്വാസം എടുക്കുവാനും അത്രയും സമയം ശ്വാസം പുറത്തേക്ക് വിടുവാനുമുള്ള ആ ഒരു താളലയം നിങ്ങൾ സ്വയം സൃഷ്ടിക്കുക. ഈ താളലയത്തിൽ നിങ്ങൾ ലയിക്കുക. മനസ്സിനും ശരീരത്തിനും കൂടുതൽ സൗഖ്യം നൽകുന്ന ആ ശ്വാസോച്ഛ്വാസ രീതിയെ അടുത്ത കുറേ മിനിറ്റുകൾ നിങ്ങൾ സൂക്ഷിക്കുക. അടുത്തതായി നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം കസേരയിലോ അല്ലെങ്കിൽ തറയിലോ സ്പർശിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് നിങ്ങൾ അവബോധം ഉള്ളവരാവുക. നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൽ ചെലുത്തുന്ന ആരാകുക. നിങ്ങളുടെ ചർമ്മത്തിൽ ഇപ്പോൾ നിങ്ങളുടെ വായുവുമായിട്ടുള്ള ആ ബന്ധത്തിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന സംവേദനങ്ങൾ ശ്രദ്ധിക്കുക. യാതൊരുവിധ വിധിയുമില്ലാതെ നിങ്ങളുടെ ശാരീരികമായ എല്ലാ സംവേദനങ്ങളെയും നിരീക്ഷിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ചും അവബോധമുള്ളവരാവുക. പുറമേ നിന്നും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും യാതൊരുവിധ വിധിയുമില്ലാതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിൽ നിലയുറപ്പിക്കുക.